പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന കടുത്ത യുദ്ധ സാഹചര്യങ്ങളും ആഗോള ഊർജ വിപണിയിലെ അനിശ്ചിതാവസ്ഥയും ഇന്ത്യയുടെ ആഭ്യന്തര പാചകവാതക വിതരണത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ശക്തമാവുകയാണ്. നിലവിൽ വിതരണ ശൃംഖലയിൽ നേരിയ സമ്മർദ്ദമുണ്ടെന്ന് സമ്മതിക്കുമ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തിയുടെ ആവശ്യമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യത്തെ LPG ലഭ്യതയെക്കുറിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം നൽകിയത്. രാജ്യത്തെ ഒട്ടുമിക്ക ഗ്യാസ് ഏജൻസികളിലും ആവശ്യത്തിന് സ്റ്റോക്ക് ലഭ്യമാണെന്നും ഗാർഹിക ഉപഭോക്താക്കൾക്ക് സിലിണ്ടറുകൾ എത്തിക്കുന്നതിൽ നിലവിൽ തടസ്സങ്ങളില്ലെന്നും സർക്കാർ അറിയിച്ചു. എന്നാൽ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന വർദ്ധിച്ച ആവശ്യം പരിഗണിച്ച് LPG വിവേകപൂർവ്വം ഉപയോഗിക്കാൻ ജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിക്കുന്നുണ്ട്. സിലിണ്ടർ ബുക്കിംഗ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. നിലവിൽ 94% ബുക്കിംഗുകളും ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. വിതരണത്തിലെ കൃത്യത ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഡെലിവറി ഓതന്റിഫിക്കേഷൻ കോഡ് സംവിധാനം കൂടുതൽ കർശനമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന താൽക്കാലിക നിയന്ത്രണങ്ങളിൽ നേരിയ ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നോൺ ഡൊമസ്റ്റിക് LPG വിതരണത്തിന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിച്ചു. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ വാണിജ്യ സ്ഥാപനങ്ങൾ LPGക്ക് പകരം പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനുകളിലേക്ക് മാറുന്നത് ഗുണകരമാകുമെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് വാണിജ്യ മേഖലയിൽ മണ്ണെണ്ണ, കൽക്കരി തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. ഇത് ഗാർഹിക മേഖലയിലെ പാചകവാതക ലഭ്യത ഉറപ്പാക്കാൻ സഹായിക്കും. ഊർജ പ്രതിസന്ധിയുടെ മറവിൽ സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുന്നവർക്കും കരിഞ്ചന്തയിൽ വിൽക്കുന്നവർക്കുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. രാജ്യത്തുടനീളം ഇതിനോടകം 12,000-ഓളം കേന്ദ്രങ്ങളിൽ പരിശോധനകൾ പൂർത്തിയായി. അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 15,000-ഓളം സിലിണ്ടറുകൾ അധികൃതർ പിടിച്ചെടുത്തു. കേരളത്തിൽ മാത്രം 1,000-ഓളം കേന്ദ്രങ്ങളിൽ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നു. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്നും നിയമലംഘകർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ എണ്ണവാതക ഇറക്കുമതിയെ ബാധിക്കാനുള്ള സാധ്യത സർക്കാർ തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാലും ഇന്ത്യക്ക് ആവശ്യമായ ഇന്ധന ശേഖരം നിലവിലുണ്ടെന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കരാറുകൾ വിതരണം ഉറപ്പാക്കുമെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. ജനങ്ങൾ അനാവശ്യമായി സിലിണ്ടറുകൾ സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കരുതെന്നും അത് വിതരണ ശൃംഖലയെ ദോഷകരമായി ബാധിക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. അതേസമയം LPG പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കാൻ കേരളത്തെ ഹോട്ടൽ സംഘടന ഒരുങ്ങുകയാണ്. തിങ്കളാഴ്ച കടകൾ തുറക്കില്ലെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു. തിങ്കളാഴ്ച കടയടപ്പ് സമരം നടത്തുമെന്നും ഹോട്ടലുകൾ അവശ്യ സർവീസായി പ്രഖ്യാപിച്ച് ഗ്യാസ് ലഭ്യമാക്കണമെന്നുമാണ് സംഘടനയുടെ ആവശ്യം. നാളെ കൊച്ചിയിലെ IOC റീജിയണൽ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. പാചകവാതകം ആവശ്യത്തിനനുസരിച്ച് ലഭ്യമാകാതായതോടെ ഹോട്ടലുകൾ നടത്തിപ്പിനു വേണ്ടി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത്. മാത്രമല്ല, ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം ലഭിക്കാതായതോടെ ഹോസ്റ്റലുകളിലും മറ്റും താമസിക്കുന്ന വിദ്യാർത്ഥികളും മറ്റാളുകളും ദുരിതത്തിലാവുകയാണ്.